രാവിലെ ഒരാൾ ഉറങ്ങി എഴുന്നേറ്റ് കുളിച്ച് ജോലിക്ക് പോകുമ്പോൾ റോട്ടിലേക്കാണ് ഇറങ്ങുക. റോട്ടിലേക്ക് ഇറങ്ങി സഞ്ചരിക്കുമ്പോൾ അതൊരു തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ കൂടിയാണ്. ആ റോഡ് LDFൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനറായി മാറുകയാണ്. പിന്നെ ഒരു പാലത്തിലൂടെ കയറുമ്പോൾ ആ പാലം LDFൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനറായി മാറുകയാണ്. പിന്നെ നേരെ കുട്ടീനെ സ്കൂൾ കൊണ്ടാക്കുമ്പോൾ ചോർന്നൊലിക്കാത്ത ക്ലാസ് മുറി, നല്ല ഹൈടെക് ക്ലാസ് മുറി, ആ കെട്ടിടം ഒരു തെരഞ്ഞെടുപ്പ് LDFൻ്റെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനറായി മാറുകയാണ്. പെട്ടെന്ന് ആർക്കും അസുഖം വന്നാൽ സർക്കാർ ആശുപത്രി കൊണ്ടുപോകുമ്പോൾ അവിടെ ഡോക്ടർ, മരുന്ന്, സജ്ജീകരണം, ആ സർക്കാർ ആശുപത്രി LDFൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനറായി മാറുകയാണ്. അപ്പോൾ ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമായി ഓട്ടോമാറ്റിക്കായി LDFന് വേണ്ടി വോട്ട്, റോഡും പാലവും കെട്ടിടവും മനുഷ്യരല്ലാത്ത സംഗതികൾ ഉൾപ്പെടെ ക്യാമ്പയിനർമാരായി മാറുകയാണ്. ഇത് അനുഭവമാണ്, ജീവിതാനുഭവമാണ്. ഇവിടെ മുടങ്ങിക്കിടന്നിരുന്ന പെൻഷൻ മാസാമാസം കുടിശ്ശികയില്ലാതെ കിട്ടുന്നു. അപ്പോൾ ജനങ്ങൾ ഇതൊക്കെ അറിയുന്നു. LDF അതിനെ കാണുന്നത് ഓരോ മനുഷ്യൻ്റെ അവകാശമായിട്ട്, ഔദാര്യമായിട്ടല്ല. ജനങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കുന്നുണ്ട്. LDFന് അനുകൂലമാണ്. ഇപ്പോൾ ഇവിടെ തന്നെ കൊയിലാണ്ടി മണ്ഡലത്തിൽ നമ്മുടെ സ്ഥാനാർത്ഥി നമ്മുടെ ദാസേട്ടൻ K. ദാസൻ ഇവിടെ 10 കൊല്ലം MLA ആളാണ്. ഇവിടെ ചെറിയ കുട്ടി മുതൽ മുതിർന്നവർക്കറിയാം, നല്ല നിലയിലറിയാം. അപ്പോൾ വലിയ നിലയിലേക്കുള്ള മുന്നേറ്റം പൊതുവെ കാണാൻ സാധിക്കുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വളരെ അനുകൂലമായ സാഹചര്യമുള്ളത്. കോഴിക്കോട് ജില്ലയുടെ ചുമതല കൂടി അങ്ങേക്കാണ്. കഴിഞ്ഞ തവണ 13-ൽ 11 സീറ്റാണ് ലഭിച്ചിരുന്നത്. ഇത്തവണ എങ്ങനെയായിരിക്കും വിജയം? ജില്ലയുടെ ചുമതല എന്ന് പറഞ്ഞാൽ പലർക്കുമാണ്, എനിക്ക് മാത്രമൊന്നുമല്ല. എല്ലാവരും അടങ്ങിയതാണ് കോഴിക്കോട് ജില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും കോഴിക്കോട് ജില്ലയിലെ മുതിർന്ന CPIMൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും നേതാക്കളുണ്ട്. അവരൊക്കെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനുമായിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മികച്ച വിജയം കോഴിക്കോട് ജില്ലയിലുണ്ടാവും. നല്ല വിജയം കോഴിക്കോട് ജില്ല എന്നും LDFനൊപ്പമാണ് നിന്നിട്ടുള്ളത്. കഴിഞ്ഞ തവണ 13-ൽ 11 ഇത്തവണ 13-ൽ 13 കോഴിക്കോട് ജില്ലയിൽ LDF ജയിക്കാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ തെളിഞ്ഞു വരുന്നത്. മന്ത്രിമാരൊക്കെ പൊതുവെ സ്വന്തം മണ്ഡലത്തിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. വോട്ട് പിടിക്കുന്നതിലേക്കായിട്ട് അങ്ങ് മറ്റു മണ്ഡലങ്ങളിലേക്കൊക്കെ പ്രവർത്തിച്ചു തുടങ്ങി, മറ്റു മണ്ഡലങ്ങളിലെ കുടുംബയോഗങ്ങളിലൊക്കെ പങ്കെടുത്തു തുടങ്ങി. ഇനിയും അത്തരത്തിൽ കുടുംബയോഗം അത് ചുമതലപ്പെടുത്തുന്ന എവിടെയാണോ അവിടെ പോവും, എവിടെയൊക്കെയാണോ ചുമതലപ്പെടുത്തുന്ന അവിടെ പോവും, വോട്ട് ചോദിക്കും. അതെല്ലാവരും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ മറ്റു മണ്ഡലങ്ങളിലും പോകുന്നുണ്ട്. മറ്റു മണ്ഡലങ്ങളിൽ പോയി തീർച്ചയായിട്ടും വോട്ട് ചോദിക്കണം. LDFൻ്റെ നല്ല മികച്ച വിജയം ആണ് പൊതുവെ സാധ്യതകളാണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ മറ്റു മണ്ഡലങ്ങളിലൊക്കെ ക്യാമ്പയിൻ അതിൻ്റെ ഭാഗമായിട്ട് നടന്നുകൊണ്ടിരിക്കും. LDFൻ്റെ ട്രെൻഡ് തുടങ്ങിയെന്നാണ് അങ്ങ് പറയുന്നത്. തുടങ്ങാനില്ല, LDFൻ്റെ ട്രെൻഡ് ഉണ്ട്. ഞാൻ ഇപ്പോൾ ഒരു അഹങ്കാരം കൊണ്ടൊന്നും പറയല്ല. ഞാൻ പറഞ്ഞില്ല, ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോൾ പവർ കട്ടില്ല, ലോഡ് ഷെഡിങ്ങും പവർ കട്ടില്ല. നിങ്ങൾ ഓരോന്നും എടുത്തു നോക്കി. ഒരു വർഗീയ കലാപുണ്ടോ കേരളത്തിൽ? എന്താ അപ്പുറത്തുപ്പുറത്ത് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിലെ ബുൾഡോസർ കൊണ്ട് വീടെടുത്ത് ആർക്കല്ലേ? മുസ്ലിം നാമധാരികളുടെ വീടുകൾ തകർത്ത് തരിപ്പണാക്കുന്നു. അപ്പോൾ കേരളത്തിൽ BJP കേന്ദ്രം ഭരിക്കുമ്പോൾ കേരളത്തിൽ LDF ആണ് നല്ലത് എന്ന് പൊതുവേ മതനിരപേക്ഷ മനസ്സുകളൊക്കെ കരുതുന്നുണ്ട്. ഇപ്പോൾ ട്രെൻഡ് ആദ്യമുണ്ട്. നല്ല മികച്ച വിജയം LDFനുണ്ടാകും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഏതെങ്കിലും ആളുകൾ പറഞ്ഞിരുന്നു LDFന് അനുകൂലമാണ് ട്രെൻഡ്, സീറ്റ് കൂടിയില്ലേ, വോട്ട് ഷെയർ കൂടിയില്ലേ? അത് ഇത്തവണയും കൂടും. LDFന് വലിയ ട്രെൻഡാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. LDF വലിയ വിജയത്തോടു കൂടി സർക്കാർ ഉണ്ടാക്കും എന്ന തരത്തിലാണ് റിയാസ് മിനിസ്റ്റർ നമ്മളോട് പറയുന്നത്. ജയ്സൽ പിലാശ്ശേരിക്കൊപ്പം KT വിബീഷ്, മീഡിയ 1 കോഴിക്കോട്.